أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സത്തറ ഐബ അഖീഹി സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ മൻ സത്തറ ഐബഹു മൻ സത്തറ ഐബ അഖീഹി സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ ഇലാ ആഖിരിൽ ഹദീസ് ശഫീഉനാ റസൂലുള്ളാഹി ബദറുൽ ഹുദാ യാസീൻ നബി ഹറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അഭയൽ വർണ്ണമതാ പിൻരണ്ടും അസ്വദ് മാമേ ബദറുൽ ഹുദാ യാസീൻ നബി ഹറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അഭയൽ വർണ്ണമതാ പിൻരണ്ടും അസ്വദ് മാമേ സദദ കൊടൈക്കോൾ പൊങ്കും തിരുകരമാലുണ്ടാമെ മദീന നബി തൻതോളർ മിസ്അബിനീന്ദാൻ അവനത് തന്നെ പിടിച്ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ ബദറുൽ ഹുദാ യാസീൻ നബി ഹറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അഭയൽ വർണ്ണമതാ പിൻരണ്ടും അസ്വദ് മാമേ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് നികൾക്ക് പുറത്തു മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം അല്ലാഹ്. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും നീ പൊറുക്കണം റബ്ബേ. മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്താണ് നടുവിലത്തെ പത്ത്. ഇന്നേ കാണുന്ന ഇസ്ലാം ദീൻ ഇവിടെ നിലനിൽക്കാനുണ്ടായ കാരണം ഈ രണ്ടാമത്തെ പത്തിൽ ബദരീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ്. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമിയിൽ മുസ്ലിം ഉമ്മത്ത് തന്നെ ഉണ്ടാവുകയില്ല. ബദരീങ്ങൾ രക്ഷ പ്രാപിച്ചത് അവരുടെ സിരകളിൽ അവര് ലഹരിക്കടിമയായിരുന്നു. ഈമാൻ എന്ന ഭയങ്കരമായ ഒരു ലഹരിക്ക് അടിമയായിരുന്നു ബദരീങ്ങൾ. ചരിത്രത്തിൽ കാണാം, 14 വയസ്സ് 16 വയസ്സുള്ള കുട്ടി പോലും ബദർ യുദ്ധത്തിന് നബി തങ്ങളെ കാണാതെ യുദ്ധത്തിന് പോയി. 313 പേരിൽ നബി തങ്ങളെ കാണാതെ നബി തങ്ങളെ മറഞ്ഞ് യുദ്ധത്തിന് പോയി. ഷഹീദായ സഹാബിയുടെ വയസ്സ് 16 വയസ്സ്.
ഞാൻ പറഞ്ഞു വരുന്നത്, സമൂഹത്തിൽ ഇന്ന് ലഹരി നമ്മുടെ മക്കളെ എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലോ വീടുകളിലോ കുടുംബങ്ങളിലോ ഒരു സ്ഥലത്തും നമ്മുടെ മക്കളെ പരിപൂർണമായി നമ്മൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കുമെന്നുള്ള ഒരവസ്ഥയാണ്. ഇന്ന് രാവിലെയും പിടിച്ചു എറണാകുളത്ത് കളമശ്ശേരിയിൽ. എവിടെയാണ് പിടിച്ചത്? IT കോളേജിലാണ് പിടിച്ചത്. കോളേജിന്റെ ടേബിളിൽ പരിശോധനയ്ക്കായി വരുമ്പോൾ അതിന്റെ ടേബിളിന്റെ പുറത്തു നിന്ന് മദ്യക്കുപ്പിയും ലഹരിയും ക്വാണ്ടവും കിട്ടിയത് വിവാഹിതരാകാത്ത കൊച്ചുകുട്ടികൾ പഠിക്കുന്ന, +2 കഴിഞ്ഞ IT മേഖലയിലേക്ക് പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് അതിന്റെ ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ കിട്ടിയതാണ്. കൊച്ചുകുട്ടികളുടെ കയ്യിലാണ് ഇന്ന് ലഹരിക്ക് വേണ്ടി വ്യാപകമായി അതിന്റെ ശൃംഖലകൾ വ്യാപിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ചെറിയ മിഠായി കൊടുക്കും. ആദ്യം മിഠായിലാണ്. കിൻഡർ ജോയ്, ചോക്ലേറ്റ് പോലെയുള്ള എല്ലാ മിഠായികളിലും ലഹരി. കൊച്ചുകുട്ടികളുടെ കയ്യിൽ ആദ്യം ആ മിഠായി ഫ്രീ ആയി കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കും. പിന്നെയോ അവർ പറയും, ഇനി നമ്മൾ ഫ്രീ ആയി തരില്ല, ഇനി തരണമെങ്കിൽ ചെറിയൊരു പൈസ നിങ്ങൾ കൊണ്ടുപോയി തരണമെന്ന് പറയും. പിള്ളേര് വീട്ടിൽ നിന്നും പൈസ ചോദിക്കാൻ തുടങ്ങും. ചോദിച്ചിട്ട് കിട്ടാത്തപ്പോ മോഷ്ടിക്കാൻ തുടങ്ങും. പിന്നെ അവര് ലഹരിയുടെ അളവ് കുറച്ച് കൂട്ടി മിഠായി തന്നെ കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോ പൈസ കിട്ടാതെ വരുമ്പോ ഇവൻ പിന്നെ ഏതെങ്കിലും പൈസ കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. ഇങ്ങനെയാണ് ലഹരിയിലേക്ക് പോകുന്നത്. ഒരു കള്ളുകുടിയനായ മനുഷ്യൻ 10 വർഷം കൊണ്ടാണ് അതിന് അടിമയാകുന്നത്. മദ്യപാനി 10 വർഷം കുടിച്ചപ്പോഴാണ് അവൻ മദ്യത്തിന് അടിമയായത്. ഒരു കൊച്ചുകുട്ടിയുണ്ടല്ലോ, 9 വയസ്സായ കുട്ടി, 1 മാസം അവൻ ലഹരിയുടെ മിഠായി തിന്നാൽ 31ാമത്തെ ദിവസം അവൻ ആ ലഹരിക്ക് അടിമയാണ്. ആ ലഹരിക്ക് അവൻ അഡിക്റ്റാണ്. ആ സമയത്ത് പതിവായി അവന്റെ ശരീരത്തിലേക്ക് അവൻ അടിച്ചു കയറ്റുന്ന, അവൻ തിന്നുന്ന, അവൻ നുണയുന്ന, അവൻ ഇഞ്ചക്ട് ചെയ്യുന്ന ലഹരി അവന് 31ാമത്തെ ദിവസം കിട്ടിയില്ല എങ്കിൽ അവൻ അതാ ലഹരിക്ക് അടിമയായതുകൊണ്ട് അവൻ പിന്നെ മോഷ്ടിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാ. മെഡല എന്നൊരു സാധനമുണ്ട്. മെഡുല എന്നൊരു സാധനം നമ്മുടെ തലച്ചോറിന്റെ പുറകിൽ വശത്തുണ്ട്. മെഡല ഓമ്പളങ്കറ്റല്ല. മെഡല ഓമ്പളങ്കറ്റ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തലയുടെ പുറകുവശത്തുണ്ട്. അഫാൻ ചെയ്തത് തന്റെ അനിയനെയും അതുപോലെ തന്റെ മൂത്താപ്പയെയും അവൻ ചെയ്തെന്താണെന്നറിയാം. പുറകിൽ നിന്ന് ചുറ്റിയേക്ക് മെഡുല ഓമ്പളങ്കറ്റയ്ക്ക് ചെറിയൊരു പൊട്ടുമത്തി. അത് നമ്മൾ കണ്ടിട്ടില്ലേ? ഭിത്തിയിലേക്ക് ഒരാൾ ശക്തിയായി ഒരൊറ്റ തള്ളു കൊടുത്തു കഴിഞ്ഞാൽ തല കൊണ്ടുപോയി ഇടിച്ചാൽ ഉടനെ ഒരു കോഴിമുട്ടയുടെ ഉള്ളൂ അവിടെ. അപ്പൊ മഡുല എന്ന് പറയുന്ന സാധനത്തിന് 2 ദൗത്യമാണുള്ളത്. ഒന്ന്, മനുഷ്യരോട് നല്ല നിലയിൽ ബിഹേവ് ചെയ്യുക എന്നതാണ് അതിന്റെ ദൗത്യം. തലച്ചോറിൽ തന്നെ ഉള്ളതാണ് ഇതിന്റെ ദൗത്യം എന്നത്. മനുഷ്യരോട് നല്ല നിലയിൽ ബിഹേവ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തത് ഇതിന്റെ മറ്റൊരു ധർമ്മം എന്നത് ആത്മീയമായ എന്താണ് ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കലാണ് ഈ മെഡുലയുടെ ധർമ്മം. ആത്മീയമായ ഒരു മനുഷ്യനെന്താണ്, പടച്ചവനെ ഞാൻ ഇബാദത്ത് ചെയ്യണം, റബ്ബിന്റെ അടിമയാണ്, അവൻ യജമാനനാണ്, അവന് നന്ദി ചെയ്യണമെന്നുള്ള ഈ 2 ദൗത്യങ്ങളുടെ ജോലിയാണ് മെഡുലയ്ക്കുള്ളത്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ അവൻ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി 1400 ഞരമ്പുകൾ നിശ്ചലമാകുന്നു, സ്തംഭിച്ചു നിൽക്കും. 1400 ഞരമ്പുകൾ തലയിലേക്ക് പോയിരിക്കുന്ന ഈ ഞരമ്പുകൾക്ക് ഒരു സ്തംഭനം വരും. സ്തംഭനം വന്ന് അവൻ അതിന് അഡിക്റ്റായി കഴിയുമ്പോ ഈ 2 കാര്യങ്ങൾ അവന്റെ തലച്ചോറിൽ നിന്ന് നഷ്ടപ്പെടും. എങ്ങനെയാണ് നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറുക എന്നതോ ആത്മീയമായി അല്ലാഹുവിലേക്കോ അല്ലെങ്കിൽ ഈശ്വരനിലേക്കോ ദൈവത്തിലേക്കോ പശ്ചാത്തപിക്കണമെന്നുള്ള മൈൻഡ് അവന്റെ തലച്ചോറിൽ നിന്നും നഷ്ടപ്പെട്ടു പോകൂ. ഇത് 2 നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ
കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ് സഹോദരിയെ പീഡിപ്പിച്ചത് 13 വയസ്സുകാരനായ ആങ്ങളയാണ്. 9 വയസ്സുകാരി ഗർഭിണിയാവാൻ കാരണം അവർക്ക് പിന്നെ പെണ്ണാണോ ആണാണോ കുടുംബമാണോ കൂടപ്പുറപ്പാണോ സ്വന്തമാണോ അനിയത്തിയാണോ ഉപ്പയാണോ എന്നുള്ള ചിന്ത അവർക്കില്ല. മദ്യത്തേക്കാൾ അപകടകരമാണ് ലഹരി എന്നത്. മദ്യം ഇസ്ലാമിന്റെ സുന്ദരമായ ഇസ്ലാമിന്റെ തുടക്കത്തിൽ മദ്യം അനുവദനീയമായിരുന്നു. ആ സംഭവം ഇൻഷാ അല്ലാഹ് വിശാലമാണ്, പിന്നീട് ഒരിക്കൽ നമുക്ക് പ്രതിപാദിക്കാം. പക്ഷേ ഇസ്ലാമിൽ അതീവ ഗുരുതരമായി നബി തങ്ങൾ എണ്ണിയ പലിശയുണ്ടല്ലോ, പലിശയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സ്വന്തം ഉമ്മയുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠോരമാണ്. പലിശ തിന്നുന്നവൻ ഉമ്മയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ്. അതിനെ കുറിച്ചുള്ള ഖുർആന്റെ പരാമർശമുണ്ടല്ലോ. ആക്കിലു റിബാ വമുക്കിലുഹു വഖാദിബുഹു വശാഹിദുഹു കുല്ലും ഫിന്നാർ. പലിശ എഴുതുന്നവൻ നരകത്തിലാണ്, പലിശ തിന്നുന്നവൻ നരകത്തിലാണ്, പലിശ കൊടുക്കുന്നവൻ നരകത്തിലാണ്, പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവൻ നരകത്തിലാണ്. ജാഹിദോ കൊല്ലും ഫിന്നാർ. ഇവരെല്ലാവരും നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും ഗൗരവമാണ് നബി തങ്ങൾ പറഞ്ഞു, ലഹരി എന്നത് മനുഷ്യന്റെ സ്വയബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിദ്രാവകങ്ങളും ഹറാമാണ്. അത് കഞ്ചാവായാലും പാൻപരാഗായാലും ഹാൻസായാലും ബീഡിയായാലും സിഗരറ്റ് ആയാലും ശരീരത്തിന് ഹരമുണ്ടാക്കുന്നതാണോ? കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നത് മുഴുവനും ഹറാമാണ്. വകുല്ലു ഹറാമിൻ ഫിന്നാർ. ലോകത്തുള്ള മുഴുവൻ ഹറാമുകളും അത് നരകത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഇതുപോലെ തന്നെ ഗൗരവമായി നബി തങ്ങൾ പറഞ്ഞു, ലഹരിയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ലഹരിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസാണ്. ആ ലഹരി മരുന്ന് എന്താണ്? അതീവ ഗുരുതരമാണ്. കേരളത്തിൽ ഇതിന്റെ ഉപയോഗം മൂലം ഓരോ വർഷവും 80,000 പേർക്ക് ക്യാൻസർ ഉണ്ടാവുന്നു. കേരളത്തിൽ 80,000 പേർക്ക് ഓരോ വർഷവും ക്യാൻസർ ഉണ്ടാവുന്നു. 8 ലക്ഷം പേര് ലഹരി മൂലം കരൾ രോഗികളായി മാറുന്നു. ഒറ്റത്തവണ ലഹരി ഉപയോഗിച്ചാൽ തന്നെ ബ്രെയിനിലെ 1500 സെല്ലുകൾ നശിച്ചു പോകുന്നു. മരുന്നില്ലാത്ത ഭീകരമായ 3 രോഗങ്ങൾക്ക് അവൻ അടിമയാകുന്നു. 36 രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. 57 രോഗങ്ങൾക്ക് മരുന്ന് വലിക്കുകയില്ല. ഓരോ വർഷവും ലഹരി കാരണം കേരളത്തിൽ 40,000 റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ധാരാളം കൊലപാതകവും കുടുംബകലഹവും വിവാഹമോചനവും ഇങ്ങനെ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇങ്ങനെ അധികരിച്ചു വരുന്നതിന്റെ പിന്നിൽ അത് ലഹരിയാണ്. ഇവിടുത്തെ സർക്കാരുകൾ ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഫൈൻ അടയ്ക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് ഫൈൻ അടയ്ക്കുന്നു. എന്തേ? കഞ്ചാവ് കയ്യിൽ വെച്ചാൽ 1 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കഞ്ചാവ് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ച 1 ലക്ഷം രൂപ ഫൈൻ ഇട്ട് നോക്കിയേ. 10 പേരെ പിടിച്ചു കഴിയുമ്പോ 11ാമനെ പേടിയുണ്ടാവും. ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ ബൈക്കിൽ പോണതാത്രേ സബോൾ മൂവിക്കാസ്. ഒരാൾ ഹെൽമെറ്റ് വെക്കാതെ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ അല്ലെങ്കിൽ ബൈക്കിൽ ഒരു 3 പേര് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കുറ്റമാണ്. ലഹരി കൈവശം വെച്ചവന് NDMA സ്വർണത്തിനേക്കാൾ വിലയുള്ള സാധനമാണ് ഈ സാധനം. ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇരട്ടി പ്രഹരശേഷി ഉണ്ടാക്കുന്ന ബ്രെയിനില്ലവന്റെ ശക്തിയുടെ 10 മടങ്ങ് വർദ്ധിച്ച് ബുദ്ധിപരമായി അവന്റെ സ്വയബോധം നഷ്ടപ്പെടുത്തി സ്വയമോധം നഷ്ടപ്പെടുത്തുന്ന സാധനമാണ്. നബി തങ്ങൾ പറയുന്നു, അത് ഉണ്ടാക്കുന്നവനും കൊടുക്കുന്നവനും തറക്കുന്നവനും സപ്ലൈ ചെയ്യുന്നവനും കാശുണ്ടാക്കി കാശ് മേടിക്കുന്നവനും ഇവരെല്ലാവരും നരകത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ.
ലഹരി മാഫിയ ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ എല്ലാം ഇതിന്റെ ഏജന്റുകളുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാകട്ടെ. പരിശുദ്ധമായ റമളാനാണ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ നമ്മുടെ പള്ളിയുടെ പിരിവിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ആളുകളോട് നമ്മൾ പറയുകയും പല ആളുകൾ അതിലേക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആരാണ് ആ സുന്ദരമായ പള്ളിയുടെ എന്നും നിലനിൽക്കുന്ന ജാരിയായ സദഖയായി ഖബറിലേക്കും കുടുംബത്തിലേക്കും പ്രതിഫലം കിട്ടുന്ന ആ മഹിതമായ ആ സംരംഭത്തിലേക്ക് ആർക്കാണ് ഒരു സെന്റ് സ്ഥലം പറയാനുള്ള ഭാഗ്യവാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആറ് പേര് കഴിഞ്ഞ ആഴ്ച ഒരു സെന്റ് സ്ഥലം പറഞ്ഞു. വേറൊരു വ്യക്തി 1.5 സെന്റ് അതിന് മുമ്പ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഒരു സെന്റ് സ്ഥലത്തിന് 1,05,000 രൂപയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ റമളാനാണ്, റമളാനിന്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ആഗ്രഹിച്ചേനെ വർഷം മുഴുവനും റമളാനാകാൻ. മക്കൾ നേരെയാകുന്നതിന് സദഖ നല്ലതാണ്. കുടുംബത്തിലെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നെങ്കിൽ അത് മാറാൻ സദഖ നല്ലതാണ്. മനുഷ്യന്റെ ജീവിതത്തിലുടനീളം എന്തെങ്കിലും ദുശ്ശീലങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുവെങ്കിൽ സദഖ കണ്ടവന്റെ നെയ്യത്ത് കൊണ്ട് അല്ലാഹു തആല അത് മാറ്റിയെടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പള്ളി മിമ്പറുകളിൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരാമർശിക്കാത്ത ഒരു ജുമാ നഷ്ടപ്പെട്ടു പോകുന്നില്ല? ഒരു ജുമായും ഈ 4 ഖലീഫമാരുടെ പേര് പറയാതെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ടാണ് അറിയുമോ? അവരുടെ സമ്പാദ്യം മുഴുവനും അവിടെ കൂട്ടിവെച്ച് സുഖലോലുപനായി ആർഭാടം ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതുപോലെ പള്ളി മിമ്പറുകളിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെയുള്ള പേരുകൾ പരാമർശിക്കില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് ഇവരുടെ പേരുകൾ പരാമർശിക്കുന്നതെന്ന് അറിയുമോ? ഇവർക്ക് അല്ലാഹു തആല കൊടുത്ത സമ്പത്ത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ടാണ്. അടുത്ത റമളാൻ നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കോ നിങ്ങൾക്കോ ഒരു ഉറപ്പുമില്ല. ജീവിതകാലത്ത് നമ്മൾ ചെയ്തു വെക്കുന്ന നന്മയാണ് ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോയാലും ശേഷിക്കുന്ന 3 എണ്ണത്തിൽ ഒന്ന് സദഖത്തുൻ ജാരിയ ശഫീഉനാ റസൂലുള്ളാഹി. ആരുള്ളത്? ഒരു സെന്റ് സ്ഥലം നല്ല നിറഞ്ഞ സമയത്ത് നമ്മുടെ പള്ളിക്ക് വേണ്ടി ശാശ്വതമായി നിലകൊള്ളുന്ന ആ പുണ്യഭൂമി മേടിക്കാൻ അതിലേക്ക് ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഒരു സെന്റ് സ്ഥലമാണ്. അടുത്ത റമദാൻ വരുമ്പോൾ നോമ്പ് പിടിക്കാൻ പോലും പറ്റാതെ ഒരു വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ഒന്ന് രാജഗിരിയിൽ പോണം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഒന്ന് ലിസിയിൽ പോണം. ചെക്കപ്പ് ചെയ്തപ്പോൾ ബയോപ്സി കഴിച്ച റിസൾട്ട് വന്നപ്പോൾ പറയുന്നു ഈ മുഴയിൽ എന്തോ ക്യാൻസറിന്റെ അണുക്കളുണ്ട്, തിരുവനന്തപുരം RCCയിൽ ഒന്ന് പോകണമെന്ന്. സഹോദരന്മാരെ, നമ്മുടെ അതുവരെയുണ്ടായിരുന്ന സമ്പത്തും അതുവരെയുണ്ടായിരുന്ന നമ്മുടെ മനോധൈര്യവും എല്ലാം ചോർന്നു പോകാൻ അതുപോലെ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പിഞ്ചോമനകളടക്കം RCCയിൽ കിടന്ന് പുളകുന്ന അവസ്ഥ കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോകും റഹ്മാനെ. എല്ലാ മുസീബത്തുകളെയും നിന്ന് കാക്കുന്ന റബ്ബേ, ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, ഈ പള്ളിയുടെ വരും തലമുറക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നതിനേക്ക് 51 സെന്റ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ജുമുഅയുടെയും ഖുത്ബയുടെയും ഇടയിൽ ഈ നിറഞ്ഞ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് കൈവക്കൂ. ആരെങ്കിലും ഉണ്ടോ?
അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയാൻ വിഷമമുള്ളവരായിരിക്കും എന്റെ പൊന്നുസ്താദ്. ഞങ്ങൾ ഈ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പബ്ലിക്കായിട്ട് അങ്ങനെ ഒരുപാട് പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ പേര് പബ്ലിക് ആകണ ഇഷ്ടമല്ല. അപ്പൊ ജുമാസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞോളാം. എന്നാണ് ആരെങ്കിലും ഉണ്ടോ ഒരാള് ഈ നിറഞ്ഞ സമയത്ത് ഏറ്റവും കൂലിയുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച സയ്യിദുൽ അയ്യാം ജുമാ നിസ്കാരത്തിന്റെ ഖുത്ബയുടെയും ജുമയുടെയും ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് മുതലാളിമാരൊന്നും വന്നിട്ടില്ല. എല്ലാവരും മുതലാളിമാർ. നമ്മളെല്ലാം സമ്പന്നന്മാരാണ്. ഞാനും നിങ്ങളൊക്കെ സമ്പന്നനാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മുംബൈയുടെയും യുപിയുടെയും എല്ലാം തെരുവോരങ്ങളിൽ നോക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പിഞ്ചോമനങ്ങൾ പാത്രവുമായിട്ട് ക്യൂ നിൽക്കുന്നത്. നമ്മളെല്ലാ ദിവസവും ഇവിടെ തേങ്ങാച്ചോറും ബീഫും ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ, ചിക്കൻ ബിരിയാണി കുഴിമന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പള്ളി നാട് നിറച്ച ആളായിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പറയാ ഈ സുന്ദരമായ ഈ സദസ്സിൽ അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ചെലവാക്കിയ, ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് 1,05,000 രൂപ ഒരു സെന്റ് സ്ഥലത്തിന്റെ പൈസ തരാൻ ആർജവമുള്ള ഈമാനുള്ള, നമ്മുടെ ഈമാൻ അനുവദിക്കുന്നില്ല അല്ലേ, നമ്മുടെ ഈമാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക, പറയുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ റമളാൻ എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. റമളാൻ എന്നാൽ അതൊരു സമുദ്രമാണ്. ചില ആളുകൾ ആ സമുദ്രത്തിൽ ചെന്നുകൊണ്ട് അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കും, എന്നിട്ട് തിരിച്ചു പോരും. ചില ആളുകൾ ഈ റമളാൻ എന്നാൽ ഒരു സമുദ്രം പോലെയാണ്. ചില ആളുകൾ ആ റമളാനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പോയി പവിഴങ്ങളും പുറ്റുകളും ശേഖരിക്കും. ചില ആളുകളുണ്ട്, അവർ റമളാൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ ഉപ്പ് ശേഖരിക്കും. കടലിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളാണിതെല്ലാം. ചില ആളുകളുണ്ട്, അവരിലേക്ക് റമളാൻ വന്നാൽ ഒരു ചൂണ്ടുവിരൽ ആ വെള്ളത്തിൽ മുക്കിയിട്ട് അതിന്റെ വിരൽ തുമ്പിൽ എന്തെല്ലാം എത്രയോ ശേഷിക്കുന്നു, അത്രമാത്രമേ അവർ കരസ്ഥമാക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, ഈമാനുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, ഖുർആൻ പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, നിന്റെ സമ്പത്തും അതുപോലെ വൽ ബനൂന നിന്റെ മക്കളും എന്താണ്, ഭൗതിക ലോകത്തെ അലങ്കാരങ്ങളാണ്. ഇത് എപ്പോഴാണ് നിലച്ചു പോവുക എന്നത് എനിക്കും നിങ്ങൾക്കും അറിയില്ല. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് തരാനും, കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഇല്ലാതാക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു. അടുത്ത നിമിഷത്തിൽ ഞാനും നിങ്ങളും ഏത് അവസ്ഥയിലാകുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനാവില്ല. ഇത് റമളാനാണ്. ഉസ്താദെന്ന് പറഞ്ഞതാണല്ലോ, എനിക്കന്ന് പൈസയുണ്ടായല്ലോ, എന്റെ അലമാരയിൽ 5000ന്റെ 10 കെട്ടുകൾ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ സക്കാത്തിന്റെ വീതമെങ്കിലും കൊടുത്താൽ അത് പള്ളിക്ക് ഉപകാരമായിരുന്നല്ലോ എന്നൊരു മുസീബത്ത് വരുമ്പോൾ അടുത്ത റമളാന് മുമ്പ് ഖേദിക്കേണ്ടി വരില്ല. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഒന്നും കൂടി ആരെങ്കിലുണ്ടോ ഈ സ്ഥലത്തിന് വേണ്ടി ഏതെങ്കിലും ഓഫർ ചെയ്യാൻ, ഏതെങ്കിലും ഒരു മനുഷ്യനെ മഹനീയമായ സദസ്സിൽ ഒരു സെന്റ് സ്ഥലം പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. നബി തങ്ങൾ പറയുന്നു, പള്ളിയിൽ ഒരാൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരാൾ ഒരു ബൾബ് വാങ്ങിയിട്ടു. ബൾബ് വാങ്ങിയിട്ട് കഴിഞ്ഞാലോ നബി തങ്ങൾ പറയുന്നു, ബൾബോ അല്ലെങ്കിൽ ഫാനോ എന്തുമാവട്ടെ, ബൾബ് ഒരാൾ വാങ്ങിയിട്ടാൽ അതിന്റെ പ്രകാശം കിട്ടുന്ന, ആ പ്രകാശത്തിൽ നിസ്കരിക്കുന്ന ആ വെട്ടം അവിടെ ഉള്ളിടത്തോളം കാലം ആ ചെയ്ത മനുഷ്യൻ അതിന്റെ കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി തങ്ങൾ പറഞ്ഞതാണ്. തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ബദരീങ്ങൾ കൊടുത്തത് അവരുടെ ശരീരം മാത്രമല്ല, വജാദൂ ബി അംവാലി വബാഅു ഫുസഹു ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിൻ ഗസ്വതി. യുദ്ധത്തിന് പോണെങ്കിലോ സഹാബികൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ അവര് വെറും കയ്യോടെയല്ല വരുന്നത്. അവരുടെ വീട്ടിലുള്ള സമ്പാദ്യമായിട്ടാണ്. കൂടെയുള്ള 10 പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവരും, കൂടെ പോകുന്ന 10 പേർക്കുള്ള ആയുധങ്ങൾ കൊണ്ടുവരും. വീട്ടിൽ 2 കുതിരയുണ്ടെങ്കിൽ അതിനെയും കൊണ്ടുവരും, പടച്ചട്ടയുണ്ടെങ്കിൽ അതും കൊണ്ടുവരും. ഇങ്ങനെ ജാദൂബി അമ്വാലിൻ അവരുടെ മുതൽകൾ മുഴുവനും അവർ ചെലവഴിച്ചു. അവര് സമ്പത്ത് മാത്രമല്ല അവരുടെ ശരീരങ്ങളും ചെലവഴിച്ചു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് എന്താണ് പരിശുദ്ധമായ ഖുർആനിൽ വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിന്റെ രണാങ്കളത്തിൽ എത്ര ദുർബല ശക്തിയായിരുന്നാലും ബദരീങ്ങളെ ഞാൻ സഹായിച്ചു എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ മലക്ക് പ്രത്യേകമായി പറയുന്നു. അല്ലാഹു തആല നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മുടെ ബദരീങ്ങളുടെ ആണ്ട് ഇവിടെ നമ്മൾ 17-ാം രാവിനാണ് കഴിക്കുന്നത്. അതായത് തിങ്കളാഴ്ച, വരുന്ന തിങ്കളാഴ്ച നോമ്പ് 16-ന്റെ അന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞു. ളുഹറല്ലേ? ളുഹർ നിസ്കാരം കഴിഞ്ഞ് മൗലിദും അസ്ർ നിസ്കാരം കഴിഞ്ഞ് അന്നദാനവും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ അതിലേക്കുള്ള ചീര മറ്റേ ഈ ബദരീങ്ങളുടെ കുറ്റിയോ അതുപോലെയുള്ള സാമഗ്രികളൊക്കെ ഉള്ളവര് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെടുക, അത് ഏൽപ്പിക്കുക. സ്ഥലം വാങ്ങിയതിലേക്ക് ഒരു സഹോദരൻ ഓഫർ ചെയ്തത് 25,000 രൂപ. മരണപ്പെട്ട മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ പുതുതായി തുടങ്ങുന്ന കച്ചവടത്തിന്റെ ബർക്കത്തിന് വേണ്ടി 1500 രൂപ. മരണപ്പെട്ട പിതാവിന് വേണ്ടിയും മാതാവിന്റെ ആഫിയത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ 500 രൂപ. സ്ഥലം വാങ്ങിയതിലേക്ക് ദുആ ചെയ്യാൻ ഒരു സഹോദരൻ ഓഫർ ചെയ്തിട്ടുള്ളത് 25,000 രൂപ. ദുആ ചെയ്യാൻ സ്ഥലം വാങ്ങിയതിലേക്ക് ഓഫർ 10,000 രൂപ. 5,000 രൂപ ഓഫർ തന്നത് 10,000 രൂപ. ഒരു സഹോദരൻ സ്ഥലം വാങ്ങിയതിലേക്ക് ഓഫർ പറഞ്ഞത് 10,000 രൂപ. ഒരു നമ്മുടെ മഹല്ലിലെ യുവാക്കൾ നോമ്പുതുറ നടത്തിയതിന്റെ ബാലൻസ് പൈസ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു 6,000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ 200 രൂപ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. മറ്റൊരു സഹോദരൻ ഓഫർ ചെയ്തത് സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000 രൂപ. വിദേശത്തുള്ള മകനും ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ 100 രൂപ. ഇന്ന് നോമ്പുതുറയുള്ള സഹോദരൻ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സഹോദരി സംഭാവന, അതുപോലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. ഒരു സെന്റ് സ്ഥലം, ഒരു സഹോദരി 1 സെന്റ് സ്ഥലം, അതിനുള്ള പൈസ പള്ളിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി രോഗിയാണ്, ഉംറയ്ക്ക് പോവുകയാണ്, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 20,000 രൂപ പള്ളിക്ക്. അതുപോലെ വാല്യം ക്ഷേമനിധി, നമ്മുടെ പീസ് വാലി എല്ലാ വർഷവും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ്. നിരാശരായ പാവങ്ങളായ ആളുകൾക്ക് ആശരണ കേന്ദ്രമാണത്, അഭയകേന്ദ്രമാണത്. അപ്പൊ അതിലേക്ക് ഒരു സഹായം ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ അതിന്റെ ബക്കറ്റ് പുറത്തുണ്ടാവും, ചെയ്തു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 50,000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا ربي صل عليه وسلم أرحم الراحمين يا راج سيدا يا الملك الجبار يا رحمن ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് 25,000 രൂപ ഒരു സഹോദരൻ ഓഫർ ചെയ്തിട്ടുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അവരുടെ ഭാര്യ ഈ മാസം ഏപ്രിൽ 6-ാം തീയതി ഉംറയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, സ്ഥലം വാങ്ങിക്കുന്നതിലേക്ക് ആ സഹോദരൻ 10,000 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനെ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, സ്ഥലം വാങ്ങുന്നതിലേക്ക് 25,000 രൂപ തന്ന സഹോദരൻ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനോ പുതിയതായി തുടങ്ങുന്ന സംരംഭത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഖബർ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. ദുനിയാവിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണം അല്ലാഹ്. സദഖയുടെ മഹത്വം കൊണ്ട് ഖബർ വിശാലമാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മാതാവിന്റെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, നീ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ ചെയ്യാൻ വേണ്ടി സ്ഥലം വാങ്ങുന്നതിലേക്ക് 15,000 രൂപ 10,000 രൂപ തന്നു, 5,000 രൂപ ഓഫറാണ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഭവനത്തിന് വേണ്ടി ശാശ്വതമായ സ്വതക്കയാണ്, ജാരിയായ സ്വതക്കയാണ്. അവിടെ മറമാടുന്നിടത്തോളം അതിന്റെ പ്രതിഫലം അവരുടെ കുടുംബങ്ങളിലേക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ജാരിയായ സ്വതക്കയാക്കണേ അല്ലാഹ്. ഒരാൾ മരിച്ചാലും ദുനിയാവിൽ നിന്നും എന്താണ് ഉപകരിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ജാരിയായ സ്വതക്കയാണ്. ആ സ്വതക്കയിൽ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മഹല്ലിലെ യുവാക്കൾ നോമ്പ് തുറ സംഘടിപ്പിച്ചതിന്റെ ബാക്കിയുള്ള പൈസ സ്ഥലം വാങ്ങിക്കുന്നതിലേക്ക് ഹദിയ ചെയ്തു, നീ സ്വീകരിക്കണം അല്ലാഹ്. നീ പാഴാക്കല്ലേ റഹ്മാനെ. മാസം പരിശുദ്ധമായ റമദാനാണല്ലോ. 170 മുതൽ 70,000 വരെ പ്രതിഫലം കിട്ടുന്ന സമയമാണല്ലോ. നീ സ്വീകരിക്കണേ റബ്ബേ. ആരെയും നീ പാഴാക്കല്ലേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരാണ്, ദുആ ചെയ്യാൻ പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ നന്മകൾ എഴുതിയ കിതാബ് വലങ്കയിൽ കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കുന്നു, എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മറ്റൊരു സഹോദരൻ 10,000 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാനിൽ ചെയ്തതിന് നീ പാഴാക്കല്ലേ റഹ്മാനെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ ശിഫയാക്കണം അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് കൊടുക്കണം അല്ലാഹ്. മാനസികമായ വിഷമങ്ങളിൽ നിന്നും സലാമത്ത് കൊടുക്കണം അല്ലാഹ്. കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും സലാമത്ത് കൊടുക്കണം അല്ലാഹ്. മക്കളെയും മരുമക്കളെയും അനുഗ്രഹിക്കണം അല്ലാഹ്. പേരക്കിടാങ്ങളെ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്തുള്ള മകനും ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, നീ പൊറുക്കണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന സദഖകൾ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കൂട്ടുകുടുംബങ്ങൾ ചെയ്യുന്ന സദഖകൾ സ്വീകരിക്കണം റബ്ബേ. കാരുണ്യവാനായ കരുണാനിധിയായ
കരുണാവാരിധിയായ അല്ലാഹ് ഈ സമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾ പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ പാഴാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ തറാവീഹ് നീ പാഴാക്കല്ലേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ധാരാളം റമളാനുകൾ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരു സഹോദരി ഒരു സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നു, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരിയുടെ മുറാദ് നീ ഹാസിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ മുറാദാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. കാരുണ്യവാനായ റഹ്മാനേ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗിയായ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ശിഫയാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, നീ എളുപ്പമാക്കണം അല്ലാഹ്. യാത്ര എളുപ്പമാക്കണം അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാം എത്രയും പെട്ടെന്ന് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ഈ വരുന്ന ഏപ്രിൽ 6 നമ്മുടെ നാട്ടിൽ നിന്നും ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പലരും കഴിഞ്ഞ ആഴ്ചകളിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരാണ്. അവർ പലരും കുടുംബങ്ങളായിട്ടാണ് പോകുന്നത്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ശരീരങ്ങൾക്ക് ഖുവ്വത്ത് കൊടുക്കണം അല്ലാഹ്. ഈ നാട്ടിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. മനസ്സിൽ കരുതിയവർക്ക് തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ആരെയും നീ പാഴാക്കരുത് റഹ്മാനേ. ഈ മഹിതമായ സംരംഭത്തിലേക്ക് സഹായങ്ങൾ എഴുതി കൊടുത്തു വിട്ടവരെ സ്വീകരിക്കണം അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരു സഹോദരൻ പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 50,000 രൂപ ഈ പള്ളിക്ക് കൊടുത്തിരിക്കുന്നു, സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഒരു തൊട്ട് രൂപ പോലും നീ നഷ്ടപ്പെടുത്തല്ല റഹ്മാനേ. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള കണക്കനുസരിച്ചാണ്, ഞങ്ങളുടെ കഴിവനുസരിച്ചാണ്. ഒന്നും നീ പാഴാക്കല്ലേ റഹ്മാനേ. എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പ് തുറ സംഘടിപ്പിച്ചവരുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. മുത്തഅല്ലിമീങ്ങൾ വളർന്നു വന്നപ്പോൾ സഹായിച്ചവരുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. സ്ഥാപനത്തിന്റെ പിരിവിന് വന്നപ്പോൾ സഹായിച്ചവരുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ വിട പറഞ്ഞു പോകുന്ന റമളാന്റെ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്കൊന്നും നീ നഷ്ടപ്പെടുത്തില്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ലഹരിക്ക് അടിമയാക്കല്ലേ അല്ലാഹ്. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.